ഹായ് ഓൾ, മിനാഷ് ബ്ലോസമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് പണം സേവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ വരുമാനത്തിൻ്റെ എത്ര പെർസെൻറ്റേജ് സേവ് ചെയ്യണം, എത്ര കുറഞ്ഞ ഇൻകം ഉള്ളവർക്കും എങ്ങനെ സേവിങ്സ് എന്നുള്ളൊരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, നമുക്ക് പണം സേവ് ചെയ്യാനായിട്ട് എത്ര എമൗണ്ട് അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് ഓഫ് അവർ ഇൻകം നമ്മൾ സേവ് ചെയ്യണം എന്നുള്ളത്. അതൊരു 50-30-20 റൂൾ എന്ന് നമുക്ക് പറയാം. നമ്മുടെ വരുമാനത്തിൻ്റെ പകുതി നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾക്കായിട്ട്, ഇപ്പം റെൻറ്റ്, ഗ്രോസറീസ്, അങ്ങനെയൊക്കെയുള്ള ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു 50% നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കും. ബാക്കിയുള്ള 30% നമുക്ക് എൻ്റർടൈൻമെൻറ്റ് പോലെയുള്ള റിഫ്രഷ്മെൻറ്റ് പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കാൻ സാധിക്കും. കഴിയുന്നതും ഇതിൻ്റെ എമൗണ്ട് കുറയ്ക്കുന്നത് നന്നായിരിക്കും. ബാക്കിയുള്ള 20% എക്സ്പേർട്ട് പറയുന്നത് മിനിമം 20% എങ്കിലും നമ്മൾ സേവ് ചെയ്യണമെന്നുള്ളതാണ്. ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വരുമാനം കുറഞ്ഞ ആളുകൾ എങ്ങനെ സേവ് ചെയ്യും? അതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് വരുമാനം കുറവാണ്, പിന്നെ എങ്ങനെ സേവ് ചെയ്യും? നമുക്ക് ജസ്റ്റ് ആവശ്യത്തിനുള്ള പണമേ ലഭിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഇതിനുള്ള പോംവഴികൾ എന്താണ്? ഇതിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത്, ഏത് മേഖലയിലാണോ ആയിരിക്കുന്നത്, അവിടെ നമുക്ക് കുറച്ചുകൂടി ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതായത് നമുക്ക് ഇൻക്രിമെൻറ്റ് ലഭിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ എംപ്ലോയറോട് ഇൻക്രിമെൻറ്റിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് പ്രൊമോഷന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യാം. പ്രൊമോഷൻ ലഭിക്കാൻ ആവശ്യമായ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക്, അല്ലെങ്കിൽ ഒരു സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് കിട്ടുന്ന വരുമാനം നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. രണ്ടാമത്, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു അഡീഷണൽ ഇൻകം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഡെയിലി വേജ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവിടെ ഒരു പ്രൊമോഷനുള്ള ഒരു സാധ്യതകളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം എന്താ ചെയ്യുക? അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു അഡീഷണൽ ഇൻകം കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അഡീഷണൽ ഇൻകം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തലവേദന പിടിച്ച കേസ് തന്നെയാണ്. അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എങ്ങനെ അഡീഷണൽ ഇൻകം കണ്ടുപിടിക്കുക എന്നുള്ളത്. അത് നമ്മുടെ നോളജ്, നമ്മുടെ സ്കില്ല്, നമ്മുടെ ടൈം അവൈലബിലിറ്റി, ഇതിനെയൊക്കെ അപേക്ഷിച്ച് വ്യത്യസ്തപ്പെട്ടിരിക്കും. ഇപ്പം എന്താ പറയുക, ഒരു ഫാക്ടറി ജോലിക്കാരനാണെങ്കിൽ അവർക്കൊരു കൃത്യമായ ഒരു ടൈമുണ്ട്. അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ ആ ടൈം കഴിഞ്ഞുള്ള സമയത്ത് മാത്രമേ അവർക്ക് അഡീഷണൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവിടെ ഓവർ ടൈം പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അവർക്ക് അത് ചെയ്യാം. അതല്ലെങ്കിൽ പുറത്ത് വന്നിട്ട് എന്തെങ്കിലും അഡീഷണൽ വർക്ക്, ഇപ്പോൾ ഒരു കഫേയിലോ മറ്റോ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോപ്പിൽ സെയിൽസ്മാനായിട്ടോ അങ്ങനെ പാർട്ട് ടൈം ഈവനിങ് വർക്ക് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് നമുക്ക് അഡീഷണൽ ആയിട്ടൊരു ഇൻകം കണ്ടെത്താം. അത് ഓരോ വ്യക്തികളെ അപേക്ഷിച്ചിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന ജോലിയാണ് ചെയ്യുന്നത്, അപ്പോൾ എനിക്ക് എന്ത് അഡീഷണൽ ഇൻകമാണ് കണ്ടെത്താൻ സാധിക്കുന്നത്? അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്കുണ്ടാവും. അതിനുള്ളൊരു ഉത്തരമായിട്ട് നമ്മൾ ഫെബ്രുവരി 2 ഞായറാഴ്ച 8 മണിക്ക് ഒരു ലൈവ് വരുന്നുണ്ട്. യൂട്യൂബ് ലൈവ് തന്നെയാണ്. അവിടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ സ്കിൽസിനെ എങ്ങനെ നമുക്ക് കണ്ടെത്താം, എങ്ങനെ നമുക്ക് നമ്മുടെ സ്കില്ല് മാർക്കറ്റ് ചെയ്ത് നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, ഇങ്ങനെ അഡീഷണൽ ഇൻകം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിരിക്കും നമ്മളന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലൈവിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതി, കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിനുള്ള ഇന്ന ജോലിയാണ് ഞാൻ ചെയ്യുന്നത്, എനിക്ക് എങ്ങനെ ഇന്നയാണ് എൻ്റെ വർക്കിംഗ് ടൈം, സോ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇത് ഇന്നതാണ് എൻ്റെ താല്പര്യം, ഇന്ന കാര്യങ്ങളാണ് എനിക്കിഷ്ടം, അതെങ്ങനെ നമുക്കൊന്ന് ബിസിനസ് ആക്കി എടുക്കാം, അല്ലെങ്കിൽ ഒരു സ്കില്ല് വളർത്തി നമുക്ക് എങ്ങനെ അതിൽ നിന്ന് ഇൻകം ഉണ്ടാക്കാൻ സാധിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ലൈവിൽ സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ ആ സമയത്തേക്ക് നിങ്ങൾ റെഡി ആയിട്ട് ഇരിക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ആ ദിവസം നിങ്ങൾ ഓൺലൈനിൽ ഉണ്ടായിരിക്കുക. തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനത്തെ കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം.
ഓക്കെ, അതുകൊണ്ട് മിസ്സാവാതിരിക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. പിന്നീട് നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെൻസ് കൺട്രോൾ ചെയ്യാനാണ്. നമ്മുടെ ചെലവുകൾ കൺട്രോൾ ചെയ്യുക. പണ്ടൊരു പറച്ചിലുണ്ടായിരുന്നു, ഒരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു, തേട്ടത്തിൽ പാതി സൂക്ഷ്മം എന്ന് പറയുന്നത്. നമ്മൾ കുറേ തേടിക്കൊണ്ട് വരുന്നതിനല്ല, കൊണ്ടുവരുന്നത് നമ്മൾ വളരെ സൂക്ഷിച്ച് ചെലവാക്കുന്നതിലൂടെയാണ് നമുക്ക് കുറച്ച് ഇൻകം ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സേവിങ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം നമ്മുടെ എക്സ്പെൻസുകളൊക്കെ കൺട്രോൾ ചെയ്യണം. എങ്ങനെയാണ് നമുക്ക് എക്സ്പെൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്? ഒന്ന്, നമ്മുടെ ചെലവുകൾ എഴുതി വെക്കുക. അതിനിപ്പോൾ നമ്മൾ പേനയും പേപ്പറുമായിട്ട് നടക്കണമെന്നില്ല, നമ്മളെല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നവരാണ്. അതിന് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ, ഏതെങ്കിലും ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻ ഉണ്ട്, ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് അപ്പോൾ നമുക്ക് അതിനകത്ത് എത്ര രൂപയാണ് ചിലവാകുന്നത്, എന്തിനാണ് ചിലവാകുന്നത് നമുക്ക് എഴുതി വെക്കാനായിട്ട് സാധിക്കും, സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും. അങ്ങനെ മാസാവസാനം നമുക്ക് കാറ്റഗറൈസ് ചെയ്ത് എന്തൊക്കെയാണ് ചിലവ് വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നത്, നമ്മുടെ വരവ് ചെലവ് കണക്കുകൾ കൃത്യമായിട്ട് എഴുതി സൂക്ഷിക്കുക. അഡീഷണലായിട്ട് വരുന്ന, ആവശ്യമില്ലാതെ വരുന്ന എക്സ്പെൻസുകൾ ഒഴിവാക്കുക. പിന്നെ നമുക്ക് ചുരുക്കാൻ കഴിയുന്ന ചെലവുകൾ ചുരുക്കുക. ഇപ്പം പ്രധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ബില്ല് വളരെ കൂടുതലൊക്കെയാണ് മിക്കവാറും വരുന്നത്. അത് നമുക്ക് ആവശ്യത്തിനുള്ള ബൾബുകൾ മാത്രം ഉപയോഗിക്കാം. അതുപോലെ കുറച്ച് പവർ കൺസംഷൻ വരുന്ന ബൾബുകൾ മാറ്റിയിടുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതലും പവർ സേവ് ചെയ്യാനും അതുപോലെ നമുക്ക് നമ്മുടെ ബില്ലിൽ നല്ലൊരു വ്യത്യാസം ഉണ്ടാക്കാനും നമുക്ക് സാധിക്കും. പിന്നീടുള്ള ഒരു കാര്യം, അൺനെസസറി ആയിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. അൺനെസസറിലി നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന ഓൺലൈനായിട്ട് ചില ആപ്ലിക്കേഷൻസോ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ കുറേ ആപ്ലിക്കേഷൻസൊക്കെ നമ്മൾ വലിയ യൂസേജ് ഇല്ലാത്തതൊക്കെ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നെ 2 സിം ഒക്കെ ഉപയോഗിക്കുന്നത് നമ്മുടെ ഇൻകത്തിനനുസരിച്ച് ഉപയോഗിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷേ കഴിയുന്നത് ഈ 2 ഫോൺ ഒരേപോലെ നമ്മൾ ചാർജ് ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഒരിടത്ത് ഒന്ന് കോള് ഇപ്പം 2 പേർക്കായിട്ട് നമ്മൾ 2 നമ്പറാണ് കൊടുത്തതെങ്കിൽ 2 അത്യാവശ്യത്തിനുള്ള കോളാണ് വരുന്നതെങ്കിൽ ഇൻകമിങ് കട്ടായി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പോയാലും 2 സിമ്മിൽ ചാർജ് ചെയ്യണമല്ലോ. അതേസമയത്ത് 1 സിമ്മാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് അത്ര പ്രശ്നം ഉണ്ടാവുന്നില്ല. അപ്പം അങ്ങനെ അൺനെസസറി ആയിട്ട് വരുന്ന കുറേ ചിലവുകളൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം. അത് വളരെ നന്നായിരിക്കും. അത് നമ്മുടെ എക്സ്പെൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ വാങ്ങിച്ചു വയ്ക്കും. പ്രത്യേകിച്ച് നമ്മൾ പർച്ചേസിന് പോവുകയാണെങ്കിൽ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ വാങ്ങിക്കും. പക്ഷേ ഇതിനകത്തൊരു സൈക്കോളജിക്കൽ ട്രിക്ക് ഉണ്ട് കേട്ടോ, അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ. ഇങ്ങനെ പറയാറുണ്ട്, നമ്മൾ ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മൾ പർച്ചേസിന് പോകുന്നതെങ്കിൽ നമ്മൾ അധികം സാധനങ്ങൾ വാങ്ങിക്കത്തില്ല, ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങിക്കുള്ളൂ എന്ന്. പലപ്പോഴും അത് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നതിന് മുമ്പ് ആവശ്യത്തിനുള്ള ഭക്ഷണം, വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോവാം. അപ്പം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ വാങ്ങിക്കുള്ളൂ. ഒരു പക്ഷേ നിങ്ങൾക്കും വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ഫാമിലിയിൽ ജോലി ഇല്ലാതെ ഇരിക്കുന്ന, ഐഡിലായിട്ടിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒരു ഇൻകം ഏണിങ് ഒരു ജോബ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അവരും കൂടെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മുടെ ഫാമിലിയുടെ വരുമാനം ടോട്ടലി വർദ്ധിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻകം കൂട്ടിക്കൊണ്ട് വരികയും നമുക്കൊരു സേവിങ്സ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ച് നമുക്ക് ഷെയർ മാർക്കറ്റിനെ കുറിച്ചൊന്നും അറിയില്ല, അവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക, അതൊന്നും നമുക്ക് നടക്കുന്ന കാര്യങ്ങളല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകളിലൂടെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പോസ്റ്റ് ഓഫീസ് പോലെയുള്ള അല്ലെങ്കിൽ LIC പോലെയുള്ള നമുക്ക് റിട്ടേൺ, ഒരു ഹൈ ഇൻട്രസ്റ്റ് റേറ്റോ അല്ലെങ്കിൽ ഹൈ റിട്ടേൺ അല്ലാതെ നമ്മൾ കൊടുക്കുന്ന പണത്തിന് വലിയ തെറ്റില്ലാത്ത ഒരു റിട്ടേൺ കിട്ടുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമുക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒന്ന് RD പോലെയുള്ള 5 വർഷം കഴിയുമ്പോഴത്തേക്കും നമുക്ക് എമൗണ്ടും അതിൻ്റെ ഒരു ഇൻട്രസ്റ്റും കിട്ടും. സപ്പോസ് 5 വർഷം കഴിഞ്ഞ് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ ആ എമൗണ്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു റിട്ടേൺ നമുക്ക് കിട്ടും. 6 വർഷം കഴിഞ്ഞ് അതിനേക്കാൾ കൂടുതൽ റിട്ടേൺ കിട്ടും. സപ്പോസ് 7-8 വർഷം കഴിഞ്ഞാണ് അത് എടുക്കുന്നതെങ്കിൽ റിട്ടേൺ വളരെ ഹൈ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതാകുമ്പോൾ നമ്മുടെ ഒരു ഇൻകം അനുസരിച്ച് മന്ത്ലി 500 or 1000 or 1500, 2000 ഇങ്ങനെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. കുറഞ്ഞ എമൗണ്ട് ആണെങ്കിൽ പോലും തീർച്ചയായിട്ടും നമ്മളൊരു ഇൻവെസ്റ്റ് ചെയ്യുന്ന ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട്. പിന്നെ എപ്പോഴെങ്കിലും നിങ്ങളുടെ കൈവശം കുറച്ച് അഡീഷണൽ എമൗണ്ട് വരിക, സപ്പോസ് ഡെയിലി വേജുകാരെ സംബന്ധിച്ച് പറഞ്ഞാൽ ചില സമയത്ത് കൂടുതൽ വർക്കൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കൂടുതൽ എമൗണ്ട് കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ ബോണസോ കാര്യങ്ങളോ ഒക്കെ കിട്ടുവാണെങ്കിൽ
അങ്ങനെയൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് നമുക്ക് ഒരു അസറ്റായിട്ട് മാറ്റി വയ്ക്കാനായിട്ട് സാധിക്കും. മീൻസ് ഗോൾഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങിച്ചു വയ്ക്കുകയാണെങ്കിൽ നമുക്കതൊരു അസറ്റായിട്ട് അവിടെ ഇരിക്കുകയും ചെയ്തും ഏതെങ്കിലും അത്യാവശ്യമുള്ളപ്പോൾ നമുക്ക് പ്ലെഡ്ജ് ചെയ്യുക, അങ്ങനെയുള്ള ഒരു ലിക്വിഡ് ക്യാഷായിട്ട് പെട്ടെന്ന് തന്നെ നമുക്കത് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയും നമ്മുടെ സേവിങ്സ് കൂട്ടിക്കൊണ്ടുവരാം, അതുപോലെ അസറ്റ് കൂട്ടിക്കൊണ്ടുവരാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. എന്താണെങ്കിലും ചെറിയ ഒരു 1% ചേഞ്ചസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചാൽ വളരെ വർഷങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് വലിയൊരു ചേഞ്ചസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. വലിയ ചേഞ്ചസ് ഒന്നും നമുക്ക് പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കില്ല. പക്ഷേ 1% എല്ലാ ദിവസവും ചെറിയ ചെറിയ പെർസെൻറ്റേജ് ചേഞ്ചസ് നമുക്ക് വരുത്താൻ കഴിയുവാണെങ്കിൽ നമുക്ക് ഒരു നല്ല ഒരു ചേഞ്ചസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് സേവിങ്സ് എന്നൊരു ഹാബിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ചെറിയ എമൗണ്ട് ആണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക. നിങ്ങളുടെ ജീവിതം വളരെ മനോഹരമാകട്ടെ. വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി.